എല്ലാവർക്കും നമസ്കാരം. ലിജിയാസ് വേൾഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ആന്ധ്ര സ്പെഷ്യൽ ഗുണ്ടൂർ ചിക്കൻ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ക്ലീൻ ചെയ്ത ചിക്കൻ 1 കിലോ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതൊരു അരമണിക്കൂർ സമയം മാറ്റി വയ്ക്കാം. ചൂടായി വരുന്ന പാനിലേക്ക് 4 വറ്റൽമുളകും 1 തക്കോലം, 4 ഗ്രാമ്പു, 4 ഏലക്കായ, കുരുമുളക് 1 ടേബിൾ സ്പൂണ്, മല്ലി 2 ടേബിൾ സ്പൂണ്, പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂണ്, ജീരകം 1 ടേബിൾ സ്പൂണ്. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായി വരുന്ന സമയത്ത് ചിരകിയ തേങ്ങ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 ഉള്ളി, 1 തക്കാളി, 5 ഗുണ്ടൂർ മുളക്, ആവശ്യത്തിന് കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ആവശ്യത്തിന് മല്ലിയില. ചൂടായി വരുന്ന എണ്ണയിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓണിയൻ ഇട്ട ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇത് ഒന്ന് കുക്കാവുന്നത് വരെ വഴറ്റിയെടുക്കണം. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് കുക്കാവുന്നത് വരെ വേവിച്ചെടുക്കണം. മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെന്ത് വരുന്ന സമയത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കണം.
തയ്യാറായ കറിയിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ഗുണ്ടൂർ ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.